ഒരു സ്ത്രീ ഗർഭം ധരിക്കുമ്പോൾ മാത്രമല്ല പ്രസവാനന്തരവും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ശാരീരികമായ വേദനകൾക്കപ്പുറം മാനസിക പ്രയാസങ്ങളും ചിലർ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. അതിൽ തന്നെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. ഇക്കാലത്ത് പ്രസവശേഷം മിക്ക സ്ത്രീകളും ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകാറുണ്ട്. എന്നാൽ പലപ്പോഴും ഭർത്താവും വീട്ടുകാരും ഇതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയെന്ന് വരില്ല. എന്തെന്നില്ലാത്ത കാരണത്തിന് ഇവർക്ക് വിഷമം തോന്നാം, കുഞ്ഞിനോടൊട്ടും സ്നേഹം തോന്നാത്ത അവസ്ഥ, കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം, പെട്ടെന്നുള്ള ദേഷ്യവും സങ്കടവും. അങ്ങനെ പ്രസവാനന്തരം പല സങ്കീർണമായ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ആക്കം കൂട്ടും. ചിലർ വിഷാദ രോഗികളാകും, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും. നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന മനോഭാവത്തിലേക്ക് പോലും എത്തിപ്പെടാം. തിരുവനന്തപുരം വാമനപുരത്ത് 1 വയസ്സുള്ള പെൺകുട്ടിയെ സ്വന്തം അമ്മ കൊലപ്പെടുത്തിയതിൻ്റെ കാരണം ഞെട്ടിപ്പിക്കുന്നതാണ്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മ കേൾക്കുമ്പോൾ തന്നെ വെറുപ്പ് തോന്നുന്നുണ്ടല്ലേ? എന്നാൽ ഇങ്ങനെയുള്ളവർ കൊടും കുറ്റവാളികളല്ല, വെറുക്കപ്പെട്ട സ്ത്രീകളുമല്ല. അവരെ ഒറ്റപ്പെടുത്തുന്നതിന് മുൻപ് സമൂഹം ചില വസ്തുതകൾ കൂടി മനസ്സിലാക്കണം. നൊന്തു പ്രസവിച്ച കുഞ്ഞിനെ സ്വന്തം അമ്മ കൊലപ്പെടുത്തുന്നതിന് പിന്നിൽ പല കാരണങ്ങൾ കാണാം. തിരുവനന്തപുരം വാമനപുരം കണിച്ചോട് 1 വയസ്സുകാരിയുടെ മരണത്തിൽ അന്വേഷണമെത്തിയത് അമ്മ അശ്വതിയിലേക്കാണ്. പ്രസവാനന്തരമുള്ള മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ. കുഞ്ഞിന് ഓട്ടിസം ഉണ്ടെന്ന സംശയത്താൽ കഴുത്ത് ഞെരിച്ച് കൊന്നെന്നാണ് അമ്മ അശ്വതിയുടെ മൊഴി. വാമനപുരം കണിച്ചോട് സ്വദേശി അശ്വതിയുടെയും സുഭാഷിന്റെയും മകൾ പവിത്രയെ കഴിഞ്ഞ ദിവസമാണ് ദുരൂഹ സാഹചര്യത്തിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൊഴിലുറപ്പിന് പോയ അമ്മൂമ്മ തിരികെ വന്നപ്പോഴാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടത്. 1 വയസ്സും 1 മാസവും മാത്രമാണ് കുഞ്ഞിന്റെ പ്രായം. ചലനമറ്റ നിലയിൽ കിടന്ന കുഞ്ഞിനെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ആശുപത്രി അധികൃതരാണ് സംഭവം പോലീസിനെ അറിയിച്ചത്. കുഞ്ഞിന്റെ കഴുത്തിൽ പാടുകൾ കണ്ടത് കേസിൽ ദുരൂഹത വർദ്ധിപ്പിച്ചു. കുഞ്ഞിന്റെ ചുണ്ട് പൊട്ടിയതായും കണ്ടെത്തിയിരുന്നു. തുടർന്ന് അമ്മ അശ്വതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ താൻ കുഞ്ഞിനെ കൊന്നതാണെന്ന് സമ്മതിക്കുകയായിരുന്നു. കുട്ടിയെ കഴുത്തു ഞെരിച്ച് കൊന്നതെന്നാണ് അശ്വതിയുടെ മൊഴി. പ്രസവശേഷം ചില സ്ത്രീകൾക്കുണ്ടാകുന്ന മാനസിക വ്യതിയാനം അശ്വതിക്കുണ്ടായിരുന്നതായാണ് വിവരം. ഇതുമൂലം കുഞ്ഞിന് എന്തൊക്കെയോ അസുഖങ്ങളുള്ളതായും വളർച്ചക്കുറവാണെന്നും ഇവർ സംശയിച്ചിരുന്നു. കുട്ടികളുടെ വളർച്ച സംബന്ധിച്ച് വിവരങ്ങൾ യുവതി യൂട്യൂബിലും ഇന്റർനെറ്റിലും തിരഞ്ഞിരുന്നതായും പോലീസ് കണ്ടെത്തി. നിരവധി ചൈൽഡ് മാഗസിനുകളും അശ്വതി സ്ഥിരമായി വായിച്ചിരുന്നു. ഇത്തരത്തിലുണ്ടായ മാനസിക പിരിമുറുക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 ആറ്റിങ്ങൽ. ഒരേ സമയം 2 പുരുഷന്മാരെ പ്രണയിച്ച ഒരു യുവതിയുടെ തട്ടിപ്പിന്റെ കഥയൊന്ന് കേൾക്കാം. ഒരു കാമുകൻ നാട്ടിലും മറ്റൊരാൾ വിദേശത്തും. അതിൽ വിദേശത്തുള്ള കാമുകനുമായി കല്യാണം ഉറപ്പിച്ചെങ്കിലും കൊച്ചിയിലുള്ള യുവാവിനൊപ്പം ലിവിംഗ് ടുഗദർ റിലേഷൻ. പ്രണയചതിയെക്കുറിച്ച് 2 പേരും അറിഞ്ഞതോടെ അതും മറയ്ക്കാൻ യുവതിയുടെ തട്ടിക്കൊണ്ടുപോകൽ നാടകം. എന്നാൽ ഏത് കള്ളത്തരവും ഒരിക്കൽ പിടിക്കപ്പെടില്ല. കൊച്ചിയിൽ യുവതി നടത്തിയ തട്ടിക്കൊണ്ടുപോകൽ നാടകം പോലീസാണ് പൊളിച്ചടക്കിയത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ ജോലി ചെയ്യുന്ന യുവതിയുടെ പരാതി വ്യാജമാണെന്ന് എളമക്കര പോലീസ് കണ്ടെത്തി. ഒരേ സമയം 2 പേരുമായി ബന്ധം തുടർന്ന യുവതി ഇരുവരെയും കബളിപ്പിക്കാൻ നടത്തിയ ശ്രമമാണ് പോലീസ് പൊളിച്ചത്. യുവതിക്കെതിരെ എളമക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഒരു സംഘം ആളുകൾ തന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നാണ് യുവതി നൽകിയ പരാതി. ഒരു വെളുത്ത കാറിലെത്തിയ സംഘം തന്റെ വാഹനത്തിലേക്ക് ബലമായി കയറ്റി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. യുവതിയുടെ സുഹൃത്താണ് 112-ൽ വിളിച്ച് വിവരം അറിയിച്ചത്.
കാറിൽ വെച്ച് തനിക്ക് നേരെ ഉപദ്രവമുണ്ടായെന്നും പിന്നീട് ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇറക്കിവിട്ടെന്നും യുവതി പോലീസിന് മൊഴി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രദേശത്തെ CCTV ക്യാമറകൾ പരിശോധിച്ചു. ദൃശ്യങ്ങളിൽ അത്തരത്തിലൊരു സംഭവം നടന്നതിന്റെയോ വെളുത്ത കാറോ കാണാനായില്ല. യുവതി ഒരു യുവാവിനൊപ്പം നടന്നുവരുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. തുടർന്ന് പോലീസ് യുവതിയെ വിശദമായി ചോദ്യം ചെയ്തു. ഇതോടെയാണ് യുവതിയുടെ കള്ളക്കഥ പൊളിഞ്ഞത്. കഴിഞ്ഞ ദിവസം നാട്ടിലുള്ള കാമുകനെ കാണാൻ പോയതായിരുന്നു യുവതി. ഇയാളുമായി സംസാരിക്കുന്നതിനിടെ വിദേശത്തുള്ള കാമുകന്റെ കോൾ വന്നു. ഫോണിൽ സംസാരിക്കുന്നതിനിടെ ആരാണ് എന്ന് ഒപ്പമുണ്ടായിരുന്ന നാട്ടിലെ കാമുകൻ ചോദിച്ചു. ഈ ശബ്ദം കോളിലൂടെ കേട്ട് വിദേശത്തുള്ള കാമുകനും അത് ആരാണെന്ന് അന്വേഷിച്ചു. നാട്ടിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞാൽ വിദേശത്തുള്ള യുവാവുമായുള്ള വിവാഹം മുടങ്ങുമെന്ന് ഭയപ്പെട്ട യുവതി തട്ടിക്കൊണ്ടുപോകൽ എന്ന കള്ളക്കഥ കെട്ടിച്ചമയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആദ്യം ചേരാനല്ലൂർ പോലീസിനാണ് കൺട്രോൾ റൂമിൽ നിന്നും വിവരം കൈമാറിയത്. എന്നാൽ എളമക്കര സ്റ്റേഷൻ പരിധിയിലായതിനാൽ അന്വേഷണം എളമക്കര പോലീസിന് കൈമാറി. കേരള പോലീസ് സെക്ഷൻ 117D പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. പോലീസ് അന്വേഷണം വഴിതെറ്റിക്കാൻ വ്യാജ വിവരം നൽകിയെന്നതാണ് വകുപ്പ്. തുടർന്ന് യുവതിയെ ജാമ്യത്തിൽ വിട്ടയച്ചു. ന്യൂസ് 18 കൊച്ചി. സോഷ്യൽ മീഡിയയുടെയും റീൽസുകളുടെയും ലോകത്താണ് നമ്മുടെ പുതിയ തലമുറ ഇപ്പോൾ ജീവിക്കുന്നത്. എന്തിനും ഏതിനും റീൽസ് ചിത്രീകരിക്കുന്ന കുട്ടികൾ, റീൽസിൻ്റെ പേരിൽ തല്ലുകൂടുന്നവർ, വിദ്യാർത്ഥികൾക്കിടയിലെ സൈബർ തർക്കങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഉള്ളിൽ വലിയ ആശങ്കയുണ്ടാകാം. പാലക്കാട് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചത് ഇൻസ്റ്റഗ്രാം റീൽസിനെ ചൊല്ലിയാണ്. ചാലിശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഷമ്മാസിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥിയുടെ കുടുംബം ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം റീൽസിനെ ചൊല്ലിയുള്ള തർക്കമാണ് ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വലിയ അക്രമത്തിലേക്ക് കലാശിച്ചത്. സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷമ്മാസിനും സുഹൃത്തുക്കൾക്ക് നേരെ 10ാം ക്ലാസ്സിലെ സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ക്രൂരമായ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:15 ട്യൂഷൻ കഴിഞ്ഞ് പള്ളിയിൽ പോയി മടങ്ങുകയായിരുന്ന ഷമ്മാസിനെയും കൂട്ടുകാരെയും മുൻകൂട്ടി പ്ലാൻ ചെയ്തതനുസരിച്ച് എത്തിയ സീനിയർ വിദ്യാർത്ഥികൾ തടഞ്ഞു നിർത്തി. പിന്നീട് ക്രൂരമായി മർദ്ദിച്ചു. ആക്രമണത്തിൽ ഷമ്മാസിന്റെ തോളലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും കൈ ചലിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഷമ്മാസിനൊപ്പം ഉണ്ടായിരുന്ന മറ്റു 3 വിദ്യാർത്ഥികൾക്കും ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഞങ്ങൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് പള്ളി പോയി. അപ്പോൾ അവിടെ 10ാം ക്ലാസ്സുകാരൊക്കെ സ്കൂളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ റീൽസ് ഇട്ടതിൻ്റെ എല്ലാവരും അടിക്കാൻ വേണ്ടിയിട്ട് തന്നെ വന്നത്. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങാണ്ടായപ്പോൾ ഞങ്ങളെ കുറേ നേരം പറഞ്ഞ് ഇങ്ങനെ ഇറക്കി. നിസ്കരിക്കാമെന്നായിരുന്നു. നിസ്കരിച്ചായിട്ട് പുറത്തിറങ്ങിക്കൂടെ പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറക്കി. അപ്പോൾ ആദ്യം ഒരു കുട്ടിയായിട്ട് ഇങ്ങനെ മോന്തൊക്കെ അടിച്ച് ഞാൻ തടയാൻ നോക്കിയപ്പോൾ എല്ലാവരും വന്നിട്ട് എല്ലാവരും കൂടി വന്ന് അടിച്ച്. ഇൻസ്റ്റഗ്രാമിൽ ഷമ്മാസും കൂട്ടുകാരും പോസ്റ്റ് ചെയ്ത റീൽസിനെ ചൊല്ലി നേരത്തെ ഉണ്ടായിരുന്ന തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. സംഭവത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി ചികിത്സ തേടിയതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്കൂൾ അധികൃതരും വിഷയത്തിൽ അച്ചടക്ക നടപടികൾക്ക് ഒരുങ്ങുകയാണ്. ന്യൂസ് 18 പാലക്കാട്. മക്കളുടെ കല്യാണത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉള്ളവരാണ് ഓരോ മാതാപിതാക്കളും. എന്നാൽ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മുടങ്ങിയാൽ അതാർക്കെങ്കിലും സഹിക്കാൻ കഴിയുമോ? മലപ്പുറം കൂട്ടിലങ്ങാടിയിൽ ഒരു യുവതിയുടെ വിവാഹം വീട്ടുകാർ പറഞ്ഞുറപ്പിച്ചതാണ്. അതിനിടെ അവളുടെ മുൻ ആൺ സുഹൃത്ത് ചെക്കൻ്റെ വീട്ടിൽ തോക്കുമായെത്തി ഭീഷണി മുടക്കി. അതോടെ കല്യാണവും മുടങ്ങി. അതുകൊണ്ടും തീർന്നില്ല. ഇക്കാര്യം ചോദിക്കാൻ യുവാവിൻ്റെ വീട്ടിലെത്തിയ കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടായി. യുവതിയുടെ ബന്ധുക്കളെ ആൺ സുഹൃത്തും കൂട്ടുകാരും ചേർന്നാണ് മർദ്ദിച്ചത്. മർദ്ദനമേറ്റവരുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവാഹം മുടക്കിയതിനെ കുറിച്ച് പരാതി പറയാനായി ഒളപ്പറമ്പ് സ്വദേശിയായ യുവതിയുടെ ബന്ധുക്കൾ പെരുന്താട്ട് സ്വദേശിയായ യുവാവിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം. സംസാരിക്കുന്നതിനിടെ യുവാവും സുഹൃത്തുക്കളും ചേർന്ന
യുവതിയുടെ ബന്ധുക്കളെ മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിൽ യുവതിയുടെ അമ്മയ്ക്കും സഹോദരിക്കുമടക്കം പരിക്കേറ്റവർ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പിന്നാലെ കുടുംബം മലപ്പുറം പോലീസിൽ പരാതി നൽകി. യുവതിയുമായി വിവാഹം ഉറപ്പിച്ചയാളുടെ വീട്ടിൽ തോക്കുമായെത്തി ഈ യുവാവ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതോടെ യുവതിയുമായുള്ള കല്യാണത്തിൽ നിന്ന് ചെറുക്കന്റെ വീട്ടുകാർ പിന്മാറിയെന്നാണ് ആരോപണം. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 മലപ്പുറം. ഇക്കാലത്ത് പ്രണയിക്കാനും സൗഹൃദം കൂടാനും പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഏതുതരം ബന്ധമാണെങ്കിലും അതിൽ ചതി ഉണ്ടാകാൻ പാടില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മുൻ സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാറിനെതിരെ ഒരു സ്ത്രീ നൽകിയ പരാതി അല്പം ഗൗരവമേറിയതാണ്. ചികിത്സയ്ക്കെത്തിയ സ്ത്രീയുമായി സൗഹൃദം സ്ഥാപിച്ച് പീഡിപ്പിച്ചെന്ന പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് ഡോക്ടർ സുനിലിനെതിരെ കേസെടുത്തു. അതേസമയം പരാതി ഹണി ട്രാപ്പ് എന്നാണ് ഡോക്ടറുടെ കുടുംബത്തിന്റെ ആരോപണം. യുവതിക്കെതിരെ ഡോക്ടറും പരാതി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ യുവതിയെ ഹോട്ടലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. 2023 സെപ്റ്റംബറിലാണ് ഇരുവരും പരിചയപ്പെട്ടത്. അതിനുശേഷം കോവളമടക്കം പലയിടങ്ങളിലും എത്തിച്ച് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി ചൂഷണം ചെയ്തെന്നാണ് പരാതി. ഇപ്പോൾ അവധിയിലുള്ള ഡോക്ടർ സുനിൽകുമാറിനെ മെഡിക്കൽ കോളേജ് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. മെഡിക്കൽ കോളേജ് മുൻ സൂപ്രണ്ടായ ഡോക്ടർ സുനിൽകുമാർ നിലവിൽ ന്യൂറോ സർജറി വിഭാഗം തലവനാണ്. അതേസമയം ഇക്കാര്യം പറഞ്ഞ് കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പലപ്പോഴായി യുവതി ലക്ഷങ്ങൾ കൈപ്പറ്റിയതായി ഡോക്ടർ ആരോപിക്കുന്നു. സംഭവം ഹണി ട്രാപ്പാണെന്നാണ് ഡോക്ടറുടെ കുടുംബത്തിന്റെ പ്രതികരണം. പരാതിക്കാരി ഫ്ളാറ്റിനായി ഭീഷണിപ്പെടുത്തുകയും പണം തട്ടിയെടുക്കുകയും ചെയ്തെന്നും കുടുംബം ആരോപിച്ചു. ഈ യുവതിക്കെതിരെ ഡോക്ടറും പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ എല്ലാ വശങ്ങളും പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. വിദേശ രാജ്യത്തൊരു ജോലി കിട്ടുന്നത് സാധാരണ മലയാളിയുടെ വലിയ സ്വപ്നമാണ്. നാട്ടിലൊരു പണിയെടുത്തില്ലെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാൽ ഷോപ്പിലും പെട്രോൾ പമ്പുകളിലും ഡ്രൈവറായും ഒക്കെ ജോലി ചെയ്യാൻ ഒരു മടിയും ഉണ്ടാകില്ല. ഇങ്ങനെയുള്ള ആളുകളെ കബളിപ്പിക്കാനും വളരെ എളുപ്പമാണ്. ഇടുക്കി മണിയാറൻകുടിയിൽ വിദേശ ജോലി സ്വപ്നം കണ്ടിരുന്ന ഒട്ടേറെ ചെറുപ്പക്കാരുണ്ട്. അതിനിടെയാണ് യൂറോപ്യൻ രാജ്യമായ ലക്സംബർഗിൽ ജോലി വാഗ്ദാനം ചെയ്ത് അയാൾ എത്തിയത്. 25 ലക്ഷം രൂപ നൽകിയാൽ ഉയർന്ന ശമ്പളമുള്ള പണി. പലരും പണം കൊടുത്തു. മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ടും വിസ കിട്ടിയില്ല. അങ്ങനെ പോലീസിൽ പരാതിപ്പെട്ടതോടെ വിസ തട്ടിപ്പുകാരൻ കോട്ടയം പുതുപ്പള്ളി സ്വദേശി റോയ് ജോസഫിന് പിടിവീണു. സംസ്ഥാനത്ത് നിരവധി തട്ടിപ്പുകൾ ഇയാൾ നടത്തിയിട്ടുണ്ടെന്നാണ് സൂചന. യൂറോപ്യൻ രാജ്യമായ ലക്സംബർഗിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത പ്രതിയെയാണ് ഇടുക്കി പോലീസ് പിടികൂടിയത്. കോട്ടയം പുതുപ്പള്ളി സ്വദേശി പുളിക്കൽ റോയ് ജോസഫിനെ തട്ടിപ്പിനിരയായവരുടെ സഹായത്തോടെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ബേക്കറി ജോലി, പാക്കിംഗ്, ഡ്രൈവിംഗ് തുടങ്ങിയ ജോലികൾ ലക്സംബർഗിൽ ലഭ്യമാക്കാമെന്ന വാഗ്ദാനത്തോടെയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. ഒരു വിസയ്ക്ക് 25 ലക്ഷം രൂപ വീതമാണ് ഈടാക്കിയിരുന്നത്. മുൻകൂറായി 10 ലക്ഷം രൂപ നൽകണം. പിന്നീട് നടപടികൾ പൂർത്തിയാകുമ്പോൾ 13 ലക്ഷം രൂപയും വിദേശത്തേക്ക് പോകുമ്പോൾ ബാക്കി 2 ലക്ഷം രൂപയും നൽകണമെന്നായിരുന്നു വ്യവസ്ഥ. ഇടപാട് നടത്തുമ്പോൾ 13 ലക്ഷം രൂപ എഴുതിയ ചെക്കും നൽകണം. പണം വാങ്ങുമ്പോൾ നോട്ടറി സാക്ഷ്യപ്പെടുത്തിയ രസീതുകളും ഇയാൾ നൽകും. ഇടുക്കി മണിയാൻകുടിയിലെ 10ഓളം പേരിൽ നിന്ന് മാത്രം 87 ലക്ഷം രൂപ ഇയാൾ തട്ടിയെടുത്തായി കണ്ടെത്തി. ജോസഫ് എന്ന് പറഞ്ഞ ആള് ഞങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത് എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് 3.25 ലക്ഷം രൂപ മേടിച്ചു. 3.25 ലക്ഷം രൂപ 4 മാസം കൊണ്ട് ജോലിക്ക് കയറ്റി ലക്ഷംബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജോലി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് പേപ്പർ വർക്കെല്ലാം ചെയ്ത് 4 മാസം കൊണ്ട് ഞങ്ങൾ കയറ്റിക്കൊണ്ട് പൊക്കോളാന്ന് പറഞ്ഞുകൊണ്ട് പൈസ മേടിച്ചു. 4 മാസം ചോദിക്കുമ്പോൾ എൻ്റെ സാധാരണ ഗൾഫിലോ ദുബായിലോ പോകുമ്പോഴല്ല ലക്ഷംബർഗ് എന്ന് പറഞ്ഞ സ്ഥലം അമേരിക്കയും കഴിഞ്ഞു പോകണം. അതിന് പേപ്പർ വർക്ക് ഇച്ചിരി അധികം ചെയ്യാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധൃതി ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇച്ചിരി ക്ഷമിച്ച് ഞങ്ങൾക്ക് 2 മാസം അവിടെ കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ. മണിയാൻകുടിയിലെത്തിയ ഇയാൾ 2 യുവാക്കളെ കണ്ടുമുട്ടി അവർക്ക് സൗജന്യമായി വിസ വാഗ്ദാനം ചെയ്തിരുന്നു.
തുടർന്ന് ഇവരിലൂടെ മറ്റാളുകളിൽ നിന്നും പണം വാങ്ങുകയായിരുന്നു. വീടും സ്ഥലവും പണയം വെച്ചും സ്വർണം വിറ്റുമാണ് പലരും പണം നൽകിയത്. വിസ ലഭിക്കാതായതോടെ വഞ്ചിക്കപ്പെട്ടവർ വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് പരസ്പരം ബന്ധപ്പെട്ടു. ഇതിനിടെ വ്യാഴാഴ്ച ഇയാൾ ചെറുതോണിയിലെ ഒരു വക്കീൽ ഓഫീസിൽ 10 പേരിൽ നിന്ന് പണം വാങ്ങാൻ എത്തുമെന്ന വിവരം ലഭിച്ചു. തുടർന്ന് പല സ്ഥലങ്ങളിലായി കാത്തുനിന്നിരുന്ന ആളുകൾ രാവിലെ 11 മണിയോടെ ഓഫീസിലെത്തിയ പ്രതിയെ വളഞ്ഞ് തടഞ്ഞു വെച്ചു. പണം തിരികെ നൽകാൻ 1 മാസം സമയം ചോദിച്ചതോടെ പ്രശ്നം രൂക്ഷമായി. ഇതിനിടെ ഡൽഹിയിലുള്ള ഇയാളുടെ ഭാര്യ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയെ വിളിച്ച് ഭർത്താവിനെ തടഞ്ഞു വെച്ചതായി അറിയിച്ചു. തുടർന്ന് പോലീസ് എത്തി റോയ് ജോസഫിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വ്യാഴാഴ്ച 10 ലക്ഷം രൂപ വീതം 10 പേരിൽ നിന്ന് വാങ്ങാനാണ് ഇയാൾ ചെറുതോണിയിലെത്തിയത്. എന്നാൽ വഞ്ചിക്കപ്പെട്ടവരുടെ സംയോജിത ഇടപെടലിൽ ഇവർ തട്ടിപ്പിൽപ്പെടാതെ രക്ഷപ്പെട്ടു. ഇയാൾ വലിയ വിസ തട്ടിപ്പ് സംഘത്തിലെ കണ്ണിയെന്നാണ് പോലീസിന്റെ നിഗമനം. പഞ്ചാബ്, ഡൽഹി എന്നിവിടങ്ങളിൽ ഓഫീസുണ്ടെന്ന് റോയ് പറഞ്ഞിരുന്നു. ഇടുക്കി ജില്ലയുടെ മറ്റ് മേഖലകളിലും കോട്ടയം, മലപ്പുറം, തൃശൂർ ജില്ലകളിലും ഇയാൾ സമാന തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം. ന്യൂസ് 18 ഇടുക്കി. പേര് ബാഹുലേയൻ, വിളിപ്പേര് കല്യാണരാമൻ. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി കല്യാണം കഴിച്ചതോടെയാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിയായ ബാഹുലേയന് ഈ പേര് വീണത്. വിധവകളെയും ഭർത്താവുമായി പിണങ്ങിക്കഴിയുന്ന സ്ത്രീകളെയും വലയിലാക്കുന്നതാണ് ഇയാളുടെ രീതി. വിവാഹ തട്ടിപ്പും മോഷണവും നടത്തി വന്ന കുപ്രസിദ്ധ മോഷ്ടാവ് ബാഹുലേയൻ ഒടുവിൽ പിടിയിലായി. പല സ്ഥലങ്ങളിലും വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചാണ് കല്യാണ തട്ടിപ്പും മോഷണവും നടത്തിയിരുന്നത്. ഇയാൾക്കെതിരെ സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലായി 50-ലധികം കേസുകൾ നിലവിലുണ്ട്. ബാഹുലേയനെതിരെയുണ്ട്. തിരുവനന്തപുരത്ത് ഒരു വൃദ്ധയുടെ 7 പവന്റെ മാല മോഷ്ടിച്ച കേസിൽ പിടികിട്ട പുള്ളിയാണ്. ഈ കേസിൽ ഇയാളുടെ ബന്ധുക്കളായ 4 പേർ നേരത്തെ പിടിയിലായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. പരീക്ഷാ കാലമാണിത്. പല കുട്ടികളും പുലർച്ചെ എഴുന്നേറ്റ് പഠിക്കും. ആ സമയം നിങ്ങൾ വീട്ടിലെ വാതിലും ജനലുമൊക്കെ തുറന്നിടാറുണ്ടോ? മാതാപിതാക്കൾ ഉറക്കത്തിലാണെങ്കിലും ഒരല്പം ശ്രദ്ധ വേണം കേട്ടോ. കാരണം അർദ്ധരാത്രിയിലും പുലർച്ചെയുമൊക്കെ കള്ളന്മാർ നിങ്ങളുടെ വീടിന് സമീപം പതിയിരിക്കുന്നുണ്ടാകാം. പെരുമ്പാവൂർ വെങ്ങോലയിൽ പുലർച്ചെ എഴുന്നേറ്റ് പഠിക്കുകയായിരുന്ന പെൺകുട്ടിയുടെ മുഖത്ത് സ്പ്രേ അടിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. മോഷ്ടാവിന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പെരുമ്പാവൂർ വെങ്ങോല പുനൂരിൽ വെള്ളിയാഴ്ച പുലർച്ചെ 2:30യോടെയാണ് വീട്ടിൽ മോഷണം നടന്നത്. പുനൂർ സ്വദേശിയായ ഓട്ടത്തൊഴിലാളിയുടെ മകളുടെ മുഖത്ത് സ്പ്രേ അടിച്ച് ബോധം കെടുത്തിയ ശേഷം ദേഹോപദ്രവം ഏൽപ്പിച്ച് സ്വർണം കവരുകയായിരുന്നു. +1 പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് പെൺകുട്ടി വെളുപ്പിനെ എഴുന്നേറ്റ് വീടിന്റെ മുകൾ നിലയിലുള്ള മുറിയിലെത്തിയപ്പോൾ ഇവിടെ പതുങ്ങിയിരുന്ന മോഷ്ടാവ് ആദ്യം പെൺകുട്ടിയുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിച്ചു. തുടർന്ന് ഇയാൾ ആഭരണങ്ങൾ ഊരി നൽകാൻ ആവശ്യപ്പെട്ടു. പിന്നീട് മൂർച്ചയേറിയ എന്തോ ആയുധം കൊണ്ട് മുഖത്ത് ചെറിയ തോതിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു. ഇത് തടയുന്നതിനിടെ ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. ഇതോടെ കുട്ടിയുടെ 2 കമ്മലുകൾ കൈക്കലാക്കിയ പ്രതി ഓടി രക്ഷപ്പെട്ടു. ഇവരുടെ വീടിനകത്തുനിന്നും പുറത്തുനിന്നും ഗോവണികളുണ്ട്. പുറമേ നിന്നുള്ള ഗോവണി വഴിയാകാം മോഷ്ടാവ് അകത്ത് കടന്നതെന്നാണ് നിഗമനം. കുട്ടി ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പെരുമ്പാവൂർ മേഖലയിൽ ഇതുപോലൊരു സംഭവം അടുത്തിടെ ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മോഷണ സ്ഥലത്ത് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. ന്യൂസ് 18 പെരുമ്പാവൂർ. അമേരിക്ക ഇറാൻ യുദ്ധം ലോകത്തെ പല രീതിയിലാണ് ബാധിക്കുന്നത്. ഇന്ത്യയിൽ പാചകവാതക പ്രതിസന്ധി, മറ്റു രാജ്യങ്ങളിൽ ഇന്ധനത്തിന്റെ വിലക്കയറ്റം, സാമ്പത്തികമായ വെല്ലുവിളികൾ. കേരളത്തിൽ പാചകവാതകം കിട്ടാത്തതുകൊണ്ട് ഒട്ടേറെ ഹോട്ടലുകൾ അടച്ചിട്ടിരിക്കുന്ന സ്ഥിതിയാണ്. അതിനിടെ മോഷണം കൂടി നടന്നാലോ? തിരുവനന്തപുരം ചാലയിൽ LPG സിലിണ്ടർ മോഷ്ടിച്ചത് ഇരുട്ടിൻ്റെ മറവിലാണ്. ആര്യശാലയിലെ VS ഹോട്ടലിൽ പുലർച്ചെ 1:45ഓടെയാണ് കവർച്ച നടന്നത്. സംസ്ഥാനത്ത് ഗ്യാസ് പ്രതിസന്ധി രൂക്ഷമായി തുടരുമ്പോഴാണ് ഹോട്ടലിൻ്റെ അടുക്കള ഭാഗത്ത് സൂക്ഷിച്ചിരുന്ന സിലിണ്ടർ മോഷണം പോയത്.
അതിവിദഗ്ധമായ ആസൂത്രണത്തോടെയാണ് കള്ളൻ മോഷണം നടത്തിയത്. ഹോട്ടലിന്റെ അടുക്കള ഭാഗത്തെത്തിയ പ്രതി കള്ളത്താക്കോൽ ഉപയോഗിച്ച് പൂട്ടഴിച്ചാണ് അകത്ത് കടന്നത്. CCTV ക്യാമറകൾ പ്രവർത്തിക്കാതിരിക്കാൻ ഹോട്ടലിന്റെ മെയിൻ സ്വിച്ച് ബോർഡിൽ നിന്നും ഫ്യൂസ് ഊരി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു. എന്നാൽ ഹോട്ടലിൽ ഇൻവെർട്ടർ സൗകര്യം ഉണ്ടായിരുന്നതുകൊണ്ട് വൈദ്യുതി പോയിട്ടും CCTV ക്യാമറകൾ പ്രവർത്തിച്ചു. ഇതോടെ കള്ളൻ ഹോട്ടലിലേക്ക് വരുന്നതും നിറച്ച ഗ്യാസ് കുറ്റിയുമായി മടങ്ങുന്നതും CCTVയിൽ പതിഞ്ഞു. ഹോട്ടലും പരിസരവും കൃത്യമായി അറിയുന്നയാളാണ് കൃത്യം നടത്തിയതെന്നാണ് സൂചന. ഫോർട്ട് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഹോട്ടലുടമ പോലീസിന് കൈമാറിയിട്ടുണ്ട്. CCTVയിൽ പതിഞ്ഞ ആളെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇത് ഗ്യാസ് ക്ഷാമം മുതലെടുത്ത് നടത്തിയ ഒരു സാധാരണ മോഷണമാണോ അതോ വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ ആസൂത്രണമായി ചെയ്തതാണോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിന് ശേഷമേ വ്യക്തത വരികയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രിയപ്പെട്ടവരുടെ മരണവും വീട്ടിലെ ദുരന്തങ്ങളും നമ്മുടെ ജീവിതം തന്നെ ചിലപ്പോൾ ഇരുട്ടിലാക്കാറുണ്ടല്ലേ? പ്രത്യേകിച്ച് ജീവന തുല്യം സ്നേഹിച്ച ഏക മകനെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വേദനയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുകയും. കാസർഗോഡ് ബേക്കലിയിലെ വേണുഗോപാലനും ഭാര്യ സ്മിതയും മകന് വേണ്ടി ജീവിച്ചവരാണ്. അവന് മികച്ച വിദ്യാഭ്യാസം നൽകി, എഞ്ചിനീയറിംഗ് വരെ പഠിപ്പിച്ചു. അതിനിടെയായിരുന്നു മകൻ ശിവാനന്ദിൻ്റെ ആകസ്മിക മരണം. വേടൻ്റെ സംഗീത പരിപാടി കാണാനെത്തിയപ്പോൾ ട്രെയിൻ തട്ടിയാണ് ശിവാനന്ദൻ മരിച്ചത്. അന്നു മുതൽ അവൻ്റെ മാതാപിതാക്കൾ മാനസിക പ്രയാസത്തിലായിരുന്നു. ഒടുവിൽ മകനില്ലാത്ത ലോകത്ത് ജീവിക്കേണ്ടെന്ന് രണ്ടുപേരും തീരുമാനിക്കുന്നു. വേണുഗോപാലൻ നായർ സ്മിത ദമ്പതികളെ വീട്ടിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പൊയിനാച്ചി പറമ്പിൽ ദമ്പതികൾ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് നാടിനെ കണ്ണീരിലാഴ്ത്തി. ബേക്കലിൽ വേടന്റെ സംഗീത പരിപാടി കാണാനെത്തിയപ്പോൾ ട്രെയിൻ തട്ടി മരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി M. ശിവാനന്ദിന്റെ മാതാപിതാക്കളെയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. പറമ്പിലെ വേണുഗോപാലൻ നായർ, ഭാര്യ സ്മിത എന്നിവരാണ് മരിച്ചത്. രാവിലെ വീടിന്റെ സെൻട്രൽ ഹാളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് മേൽപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മകന്റെ അപ്രതീക്ഷിത മരണത്തിന് പിന്നാലെയുണ്ടായ കടുത്ത മാനസിക ആഘാതമാണ് ഇവരെ ഇത്തരമൊരു കടും കൈയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. വേണുഗോപാലൻ സ്മിത ദമ്പതികളുടെ ഏക മകനും മംഗളൂരുവിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായിരുന്ന M. ശിവാനന്ദൻ ഡിസംബർ 29 രാത്രിയാണ് ട്രെയിൻ തട്ടി മരിച്ചത്. അന്ന് ബേക്കൽ ബീച്ചിൽ ഫെസ്റ്റിന്റെ ഭാഗമായി റാപ്പർ വേടന്റെ സംഗീത പരിപാടി നടത്തിയിരുന്നു. പരിപാടി കാണുവാനായി പള്ളിക്കരയിൽ നിന്നും പാളം മുറിച്ച് കടന്ന് ബീച്ചിലേക്ക് വരവെ ശിവാനന്ദനെ മംഗളൂരു ഭാഗത്തേക്ക് പോകുകയായിരുന്ന ട്രെയിൻ ഇടിക്കുകയായിരുന്നു. ആയിരങ്ങൾ ഒഴുകിയെത്തിയ വേടന്റെ സംഗീത പരിപാടിയിൽ അന്ന് തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടാകുകയും ചെയ്തിരുന്നു. മകന്റെ മരണത്തിന് പിന്നാലെ വേണുഗോപാലൻ സ്മിത ദമ്പതികൾ വലിയ മാനസിക പ്രയാസത്തിലായിരുന്നുവെന്നാണ് പരിസരവാസികൾ നൽകുന്ന വിവരം. മകന്റെ മരണശേഷം വീട്ടിൽ ഒറ്റപ്പെട്ട ദമ്പതികൾ പുറം ലോകവുമായി അധികം ബന്ധപ്പെട്ടിരുന്നില്ല. മകനില്ലാതെ തങ്ങൾ ഇനി ജീവിച്ചിരിക്കില്ലെന്ന് ഇരുവരും ബന്ധുക്കളോടും മാതാപിതാക്കളോടും പലതവണ പറഞ്ഞിരുന്നതായി വിവരമുണ്ട്. എല്ലാവരും പല രീതിയിൽ ആശ്വസിപ്പിച്ചിരുന്നുവെങ്കിലും ദമ്പതികൾ കടുത്ത വിഷാദത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ ഇവർ ജീവനൊടുക്കിയത് വിശ്വസിക്കാനാവുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. അതേസമയം മരണത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. മാരകശേഷിയുള്ള മയക്കുമരുന്നാണ് ടോമോ എന്ന ലഹരി വസ്തു. നമ്മുടെ നാട്ടിലെ പല ചെറുപ്പക്കാരും ഇതുപോലുള്ള ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ഇതെത്തിക്കാനും വിൽപ്പന നടത്താനും വലിയ സംഘം തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ടോമോ ലഹരി പരസ്യമായി ഉപയോഗിച്ച യുവാക്കളെ മലപ്പുറത്ത് നാട്ടുകാർ കൈകാര്യം ചെയ്തു. ലഹരി ഉപയോഗിച്ചവരെ കൈയോടെ പിടികൂടിയിട്ടും പോലീസ് തിരിഞ്ഞു നോക്കിയില്ല. പോലീസിൻ്റെയും എക്സൈസിൻ്റെയും പരിശോധന കാര്യക്ഷമമല്ലാത്തതിനാൽ ലഹരി മാഫിയ നാട് കൈയടക്കിയിരിക്കുകയാണെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ ദിവസം രാത്രി വളാഞ്ചേരി ടൗണിലാണ്
പരസ്യമായി ലഹരി ഉപയോഗിച്ച 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ നാട്ടുകാർ കണ്ടെത്തിയത്. മാരകശേഷിയുള്ള ടോമോ എന്ന ലഹരി വസ്തുവാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. സിറിഞ്ച് ഉപയോഗിച്ചാണ് ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നത്. അബോധാവസ്ഥയിലായ നിലയിലായിരുന്നു 2 യുവാക്കളും. പരസ്യമായി ലഹരി ഉപയോഗിച്ച ഇരുവരെയും നാട്ടുകാർ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. തുടർന്ന് ഇരുവരെയും പോലീസിൽ ഏൽപ്പിക്കാമെന്ന് കരുതി വിവരമറിയിച്ചെങ്കിലും പോലീസ് തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആക്ഷേപമുണ്ട്. മലപ്പുറം ജില്ലയിൽ വ്യാപകമായി ഇതര സംസ്ഥാനക്കാർക്കിടയിൽ മാരക ലഹരി മരുന്നുകളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായാണ് സൂചന. എന്നാൽ ഇക്കാര്യത്തിൽ ശക്തമായ പരിശോധന നടത്താൻ പോലീസോ എക്സൈസോ തയ്യാറാകുന്നില്ല. പെരുമ്പാവൂരിലെ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നാണ് മലപ്പുറത്തേക്ക് ലഹരി മരുന്നെത്തുന്നത് എന്നാണ് വിവരം. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധന നടത്തിയാൽ വൻ മയക്കുമരുന്ന് ശേഖരം കണ്ടെത്താൻ സാധിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. ഒന്നിലധികം പേർ ഒരേ സിറിഞ്ച് ഉപയോഗിക്കുന്നത് എയ്ഡ്സ് പോലെയുള്ള മാരക രോഗങ്ങൾ പകരാനും കാരണമാകും. ന്യൂസ് 18 തിരൂർ. ശബരിമല തന്ത്രി കണ്ഠര് രാജീവരുടെ മൊബൈലിൽ നിന്ന് എന്താണ് SIT കണ്ടെത്തിയത്? ഒരു തന്ത്രിക്ക് യോജിക്കാത്ത പലതും ഫോണിലുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചത്. തന്ത്രിയായിരിക്കാൻ വേണ്ടത് താന്ത്രിക കർമ്മങ്ങളിലെ അറിവും ഭക്തിയുമാണ്. എന്നാൽ ഇതിന് യോജിക്കുന്നതൊന്നുമല്ല ഫോണിൽ നിന്ന് കിട്ടിയതെന്ന് SIT പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠര് രാജീവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് SIT ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര് രാജീവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. കേസിൽ തന്ത്രിക്കെതിരെ തെളിവില്ലെന്നതടക്കമുള്ള വിചാരണ കോടതി ഉത്തരവിലെ ഭാഗങ്ങൾ നീക്കണമെന്നും SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ച അപ്പീലിൽ ആവശ്യപ്പെട്ടു. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിക്കെതിരെ വ്യക്തമായ തെളിവുണ്ട്. 2 കേസുകളിൽ തന്ത്രിക്ക് നൽകിയ ജാമ്യം റദ്ദാക്കണം. തന്ത്രിയും 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിന് നിരവധി തെളിവുകളുണ്ട്. പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ശബ്ദ സന്ദേശങ്ങൾ തെളിവായി കണ്ടെത്തി. 2002-ൽ ബംഗളൂരുവിൽ ഇരുവരും പല ഘട്ടങ്ങളിൽ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. ശ്രീരാംപുരം ക്ഷേത്രത്തിലെ പോറ്റിയുടെ ജോലി പോയപ്പോൾ ബംഗളൂരുവിലെ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ശാന്തിക്കാരനാക്കാൻ തന്ത്രി ശ്രമിച്ചിരുന്നു. 2017-ൽ പ്രതി ഗോവർദ്ധന്റെ വീട്ടിലെ പൂജയ്ക്ക് തന്ത്രിയെ എത്തിച്ചത് പോറ്റിയായിരുന്നു. ഇതിന് ഫോട്ടോ അടക്കമുള്ള തെളിവുകളുണ്ട്. ശബരിമലയിൽ പോറ്റിയെ പ്രവേശിപ്പിച്ചത് തന്ത്രി കുടുംബമാണെന്നും SIT അപ്പീലിൽ പറയുന്നു. തന്ത്രിക്കെതിരെ മതിയായ സാക്ഷിമൊഴികളുണ്ടെന്നും SIT വ്യക്തമാക്കി. സ്വർണ്ണപ്പാളി കടത്താൻ പോറ്റിയും തന്ത്രിയും മറ്റു പ്രതികളും ചേർന്ന് ഗൂഢാലോചന നടത്തിയതിനും തെളിവുണ്ട്. ദ്വാരപാലക പാളികൾ സ്വർണം പൂശിയതാണ് എന്ന് തന്ത്രിക്ക് അറിയാമായിരുന്നു. എന്നിട്ടും ചെമ്പെന്നെഴുതിയ മഹസറിൽ ഒപ്പുവെച്ചു. 1998-ൽ പാളികൾ സ്വർണം പൂശുമ്പോൾ കണ്ഠര് രാജീവരാണ് തന്ത്രിസ്ഥാനത്തെന്നും സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകരുതെന്ന് തന്ത്രിക്ക് അറിയാമായിരുന്നെന്നും SIT വ്യക്തമാക്കുന്നു. 2019 ജൂലൈ 19, 20 തീയതികളിലെ സന്നിധാനത്തെ ചിത്രങ്ങളും തെളിവാണെന്നും പ്രത്യേക അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷയും തന്ത്രിയുടെ അനുമതിയും തയ്യാറാക്കിയത് ഒരേ വേഡ് ഫയലിലാണ്. താന്ത്രിക കർമ്മങ്ങളിലെ മതിയായ അറിവാണ് തന്ത്രിയാകാനുള്ള പ്രാഥമിക യോഗ്യത. തന്ത്രി ഭക്തനായിരിക്കണമെന്നാണ് ദേവസ്വം മാനുവലിലെ നിർദ്ദേശം. ഇതിന് ഘടകവിരുദ്ധമായ തെളിവുകളാണ് തന്ത്രിയുടെ മൊബൈലിൽ നിന്നും ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയതെന്നും SIT വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ ചർച്ച ചെയ്യാറുള്ളതാണ്. എന്നാൽ അതിലും കഷ്ടമാണ് ചില മോർച്ചറികളുടെ സ്ഥിതി. പത്തനംതിട്ട അടൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ വെച്ച മൃതദേഹം അഴുകിയ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അടൂർ കുന്നിട സ്വദേശി പ്രദീപ് കുമാറിൻ്റെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ ദുർഗന്ധം വമിച്ചതായി ബന്ധുക്കളുടെ പരാതി. സംഭവത്തെ തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. എന്നാൽ പതിവ് പോലെ ആരോപണം നിഷേധിക്കുകയാണ് ആശുപത്രി അധികൃതർ. അടൂർ താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ വ്യാഴാഴ്ചയാണ് കുന്നറ സ്വദേശി പ്രദീപ് കുമാറിന്റെ മൃതദേഹം എത്തിച്ചത്. നടപടികൾക്ക് ശേഷം പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു മൃതദേഹം ഫ്രീസറിൽ സൂക്ഷിച്ചത്. എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി മൃതദേഹം പുറത്തെടുത്തപ്പോൾ അഴുകി ദുർഗന്ധം വമിക്കുന്ന നിലയിലായിരുന്നു. മോർച്ചറിയിലെ ഫ്രീസറിന്റെ തകരാറും ആശുപത്രി അധികൃതരുടെ അനാസ്ഥയുമാണ് മൃതദേഹം അഴുകാൻ കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം.
മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഡോക്ടർ വിസമ്മതിച്ചതായും ബന്ധുക്കൾ പറഞ്ഞു. ഏകദേശം ഒരു 8 മണിയോട് 8:30 കൂടി ബന്ധുക്കൾ വന്ന് ബോഡി എടുക്കാൻ വേണ്ടി വന്നതാണ്. ഈ ബോഡി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തപ്പോഴേക്കിന് ഭയങ്കര സ്മെല്ലാണ് പുറപ്പെട്ടത്. അതായത് യഥാർത്ഥത്തിൽ ഫ്രീസർ പേരിന് ഫ്രീസറാണെങ്കിലും ഫ്രീസർ സംവിധാനം ഇല്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ നല്ല സ്മെല്ലും. വീണ്ടും ഓപ്പൺ ചെയ്തപ്പോഴേക്കിന് ഇവിടെ മൊത്തം ചോര ഒഴിച്ച് ബോഡിയുടെ ബാക്ക് സൈഡ് മൊത്തം ചോര ഒഴിച്ച് കിടക്കുകയാണ്. ഇവർക്ക് സംശയമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ ആൾക്കാർ ബന്ധപ്പെട്ട സമയത്ത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും ഇതിന് രക്തയാക്കാൻ വേണ്ടി ആൾ വന്നിട്ടില്ല. അതേസമയം പ്രദീപ് കുമാറിന്റെ മരണശേഷം 24 മണിക്കൂർ കഴിഞ്ഞാണ് മൃതദേഹം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ എത്തിച്ചതെന്നും ഈ സമയം അഴുകിയ നിലയിലായിരുന്നുവെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. അഴുകിയ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള വൈദഗ്ധ്യമില്ലാത്തതിനാലാണ് ഡോക്ടർ വിസമ്മതിച്ചതെന്നും ആശുപത്രി സൂപ്രണ്ട് പറയുന്നു. 24 hours മുമ്പേ തന്നെ ഡെത്ത് സംഭവിച്ചു. അത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ ബോഡി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഡീകമ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബോഡി വെച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡോക്ടർ ചെന്നപ്പോൾ ഓൾറെഡി നല്ല രീതിയിൽ ബോഡി ഡീകമ്പോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഉള്ള ഇതെല്ലാം കണ്ടു. പിന്നെ അത് കൂടാതെ ബോഡിക്ക് ഇഞ്ചുറീസ് സംഭവിച്ചിട്ടുണ്ട്. ആശുപത്രി അധികൃതരും പോലീസും നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധം അവസാനിപ്പിച്ചത്. ന്യൂസ് 18 പത്തനംതിട്ട. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. വയനാട്ടിൽ വാക്ക് തർക്കത്തെ തുടർന്ന് മധ്യവയസ്കനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. അമ്പലവയൽ ആണ്ടൂർ സ്വദേശി വേണുഗോപാലാണ് മരിച്ചത്. പ്രതിയായ ആനപ്പാറ സ്വദേശി പ്രമോദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ശ്രീനാദേവി കുഞ്ഞമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് റേഷൻ കാർഡിൽ വ്യാജമായി പേര് ചേർത്തെന്ന് പരാതി. റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടാൻ അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ നിർദ്ദേശിച്ചു. നമ്മളെല്ലാം മക്കളെ ഏറെ സ്നേഹിക്കുന്നവരാണല്ലേ എന്ന് കരുതി അവരുടെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചു കൊടുക്കാറുണ്ടോ? പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് വാഹനം ഓടിക്കാൻ പഠിപ്പിക്കുകയും അവർക്ക് ബൈക്കും കാറുമൊക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന അച്ഛനമ്മമാരുടെ ശ്രദ്ധയ്ക്ക് മക്കളുള്ള അമിത സ്നേഹവും വാത്സല്യവും കാരണം അവർ ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്ന മാതാപിതാക്കൾ പിന്നീട് കണ്ണീര് കുടിക്കേണ്ടി വരാം. തിരുവനന്തപുരം കണിയാപുരത്തെ 16 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ്റെ മരണം ഒരു കുടുംബത്തെ മുഴുവൻ ദുഃഖത്തിലായിട്ടിരിക്കുന്നു. മുഹമ്മദ് അഫ്രാൻ എന്ന +1 വിദ്യാർത്ഥി ഓടിച്ച ബൈക്ക് ട്രക്കുമായി കൂട്ടിയിടിച്ചാണ് മരണം സംഭവിച്ചത്. നല്ലൊരു ഫുട്ബോൾ താരമായിരുന്ന അഫ്രാൻ നാടിനും വീടിനും പ്രതീക്ഷയായിരുന്നു. ആ കൗമാരക്കാരൻ്റെ മരണത്തിൽ അവൻ്റെ പ്രിയപ്പെട്ടവർ എത്രത്തോളം വേദനിക്കുന്നുണ്ടാകും. നമ്മുടെ വീടുകളിലും ഇതുപോലുള്ള ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ. കുട്ടികളെ സ്നേഹിക്കുമ്പോൾ തന്നെ അവരെ ശാസിക്കാനും തിരുത്താനുമുള്ള മനസ്സും മാതാപിതാക്കൾ കാണിക്കണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.